ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജിംഗിൾസ് ആൻഡ് മാറൽസ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോഫിയ ഫ്രാൻസിസ്. എൻ്റെ ചാനലിൻ്റെ പേര് സോഫീസ് ഗുഡ് ലൈഫ്. അപ്പം നമ്മളിന്ന് കുറച്ച് സാരികളും ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഏറ്റവും വളരെ മാക്സിമം ഞാൻ വില കുറച്ചിട്ടാണ് പ്രൈസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരു ഐറ്റം എടുക്കണമെങ്കിൽ എനിക്ക് 50 റുപ്പീസിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും. 2 ഐറ്റം നിങ്ങൾ ഏതെങ്കിലും 2 ഐറ്റം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ ഞാൻ തരും. കാരണം അത്രയും പ്രൈസ് കുറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. ഈ ഓണത്തിന്റെ മുന്നായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ സെറ്റ് മുണ്ടാണ് ഇത്, കണ്ടോ, നല്ല മെറൂൺ കളറാണ് കേട്ടോ. ഈ കര വന്നിരിക്കുന്നത് മെറൂൺ കളറാണ്. അത് നല്ല കേരള കോട്ടണിലുള്ള മെറൂൺ കളറിൽ വന്നിട്ടുള്ള ചെറിയ കരയായിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള സെറ്റ് മുണ്ടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നൈസായിട്ട് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള സെറ്റ് മുണ്ടാണത്. അടുത്ത സെറ്റ് മുണ്ട് വന്നിരിക്കുന്നത് നല്ല പിങ്ക് കളറ്, പിങ്ക് ആൻഡ് ഡാർക്ക് പിങ്ക് അല്ല, ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് ഒരു കസവിന്റെ കളറായിട്ടുള്ള കരയാണ് വന്നിരിക്കുന്നത്. അതിന്റെ അരികിലും ഇങ്ങനത്തെ കരയുണ്ട്. അതാണ് അടുത്ത സെറ്റ് മുണ്ട്. കണ്ടോ, അതിന്റെ 2 പീസ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് വരുന്നത് സാരിയാണ്, കോട്ടൺ ടിഷ്യൂ അല്ല, കോട്ടൺ ആണ് ഇത് വന്നിരിക്കുന്നത്. കോട്ടൺമേ നല്ല സിൽവർ ബോർഡർ ആണ് വന്നിരിക്കുന്നത്, സിൽവർ കരയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചാല് ഇവിടെ ഒരു ചെറിയൊരു പിടിച്ചിട്ടൊരു കളർ പോലെ വന്നിട്ടുണ്ട്. കണ്ടോ, കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. അതൊരു ഇതായ കാരണം ഞാനത് വളരെ പ്രൈസ് കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് കണ്ടോ മുന്താണിയിൽ വന്ന് മൂടിപ്പോവത്, അങ്ങനെയാണ് അതിന്റെ വന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, അത്രയും പ്രൈസ് കുറച്ചിട്ടാണ് ഇടുന്നത്. ഇനി വന്നിരിക്കുന്നത് നല്ല വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള സാരികളാണ്. അത് പല കളറുണ്ട്, റെഡ്, ബ്ലൂ, ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ഒക്കെ വന്നിരിക്കണു. കണ്ടോ, അതുമ്പോൾ നല്ല ഗോൾഡൻ പ്രിന്റുകൾ പോലെ വന്നിട്ടുണ്ട്. കഴുകിയാലൊന്നും പെട്ടെന്ന് പോണതല്ല. ഇത് സാരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ദാവണി പോലെ ഉപയോഗിക്കാം, കുർത്തി തയ്ക്കാൻ ഉപയോഗിക്കാം, ഏതാ വേണമെങ്കിൽ സ്കേർട്ടോ അങ്ങനെ പലതിനും വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അത് നല്ല വർത്തായിട്ടുള്ള മെറ്റീരിയലാണ്. വിചിത്ര സിൽക്കിന്റെ നല്ല ഭംഗിയുള്ള കളറുമാണ്. സാരിയായിട്ട് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടായിരിക്കും. കണ്ടോ, ബ്ലൂ, നേവി ബ്ലൂ കളറാണ്. ഇത് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ലൈറ്റ് ഗ്രീൻ, അതായത് പിസ്ത ഗ്രീൻ അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ട് കളർ. കണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനോ അതുപോലെ സ്കേർട്ടും ബ്ലൗസ് തയ്ക്കുക, അതുപോലെ ദാവണി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ. നല്ല നല്ല മെറ്റീരിയലാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. നേരത്തെ കണ്ടത് കുറച്ച് ലൈറ്റ് ആണ്, ഇത് ഡാർക്ക് ഗ്രീൻ ആണ്. ഇത് നല്ല ഭംഗിയുള്ള കളറാണ്. ഇത് കണ്ടില്ലേ, സാരി ആയിട്ടോ ദാവണി ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റാണ്. കുർത്തിയായിട്ടും തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ലൈറ്റ് വയലറ്റ് കളറാണ്, നല്ല ഭംഗിയുള്ള ഒരു കളറാണിത്. ഇത് കണ്ടോ, മുന്താണിമ ടാസലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഗ്ലിറ്ററിങ് പോലെയുണ്ട്. നല്ല നെറ്റിന്റെ സാരിയാണ് കേട്ടോ. ഇത് വിത്ത് ബ്ലൗസാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, ഇതാണ് ബ്ലൗസിന്റെ മെറ്റീരിയൽ. അപ്പൊ ഇത് നല്ല ഇതാണ്. ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത്. നല്ലൊരു കളറാണിത്. കണ്ട, ഇതും നല്ല നെറ്റിന്റെ ഒരു സാരിയാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന ടാസിൽസ് ഒക്കെ ഉള്ളതാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറല്ലേ, ആർക്കും ചേർന്ന ഒരു കളറാണ്. ഇതും നല്ലൊരു ഐറ്റം. അടുത്തത് മൊഡാൾ സിൽക്കിന്റെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, അജ്രക്കിന്റെ ഡിസൈനിൽ മൊഡാൾ സിൽക്കിന്റെ മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയലാണ്. കറക്റ്റ് മൊഡാൾ സിൽക്ക് അല്ല, മൊഡാൾ സിൽക്ക് കണ്ടോ, മേരിയുണ്ട് മൊഡാൾ സിൽക്ക്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു റേറ്റ് കുറഞ്ഞ രീതിയിലുള്ളത് കണ്ടോ. അതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്ലൗസ് ഈ പ്രിന്റാണ്. അതിന്റെ മുന്താണി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള കളറല്ലേ, ബ്ലാക്ക് വന്നിരിക്കുന്നത്. കാരണം റെഡ് ആൻഡ് ബ്ലാക്ക് എപ്പോഴും നല്ല കോമ്പിനേഷൻ അല്ലേ. കണ്ടോ, സാരിയായിട്ട് നമുക്ക് നല്ലതിന് കൊടുക്കാൻ പറ്റും, നല്ല കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതാണ്. പിന്നെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും, വീട്ടിൽ തന്നെ വാഷ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാരിയാണ്. കണ്ടോ, കാണില്ലേ? ഓക്കെ.
അടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. നമുക്ക് മേത്ത് ഇടാൻ തന്നെ നല്ല സുഖം, നല്ല തൊടാനൊക്കെ നല്ല സുഖമായിട്ടുള്ള സാരിയാണ്. വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത്. ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് ഗ്രീൻ പോലത്തെ കളറുമേ വൈറ്റ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്, കാണുന്നേ. അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ടാണ് വരുന്നത് കേട്ടോ, സെയിം കളറിൽ വിത്ത് ബ്ലൗസ് ആണ്. നല്ലൊരു നമുക്ക് ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടാണ്, കഴുകാനൊക്കെ നല്ല എളുപ്പമാണ്. ഇത് ഷിഫോണല്ല, പക്ഷെ എന്നിരുന്നാലും അതുപോലെ സോഫ്റ്റ് ആണ്. നെയിലടിച്ച് കാണുന്ന ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ, കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. എൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ആഭരണങ്ങളെ കൊണ്ട് നോക്കാം. ഓണൊക്കെ അല്ലേ വരുന്നത്, അപ്പൊ ഓണത്തിൻ്റെതായ പറ്റിയ ഐറ്റംസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, റെഡ് കളറിലുള്ള നാഗപടത്തിന്റെ പോലത്തെ ഇതാണ് വന്നിരിക്കുന്നത്. നല്ല ഗോൾഡൻ കളറാണ് കേട്ടോ, ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ആണ് ഈ ഐറ്റംസ് ഒക്കെ കേട്ടോ. അതിന് മാച്ച് ചെയ്ത് വരുന്ന കമ്മൽ തന്നെയാണ് ഇത്, റെഡ് കളറിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിന് മാച്ച് ചെയ്ത് വരുന്ന റിംഗ് ആണ്. ഞാനിപ്പോൾ ഈ കൈമിട്ടിരിക്കുന്നത് അതിൻ്റെ ഗ്രീൻ കളറാണ്, ഇത് റെഡ് കളറാണ് കണ്ടോ. അതപ്പോൾ ഈ 3 ഐറ്റം കൂടിയിട്ട് കമ്മലും ഈ മാലയും കൂടെ, കമ്മല്, മാല, ഈ റിങ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്ത് ഇടാൻ പറ്റുന്നതാണ്. ഞാൻ കയ്യിൽ വെച്ച് കാണിച്ചു തരാം, അപ്പോഴേ അതിൻ്റെ ഒരു കളറ് കറക്റ്റ് അറിയുള്ളൂ. കണ്ട, ഈ 3 ഐറ്റം കൂടെ നല്ല ഭംഗിയിൽ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ മാലയാണ് കേട്ടോ. അതിന് പുറകിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചെയിൻ ഉണ്ട് ഇവിടെ. ഓക്കെ, ഗ്രീൻ കളർ കേട്ടോ. അതിൻ്റെ 2 കമ്മൽ ഇരിക്കുന്നു, അതുപോലെ മോതിരം, ഈ മാലയും ഗ്രീൻ കളർ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ സെറ്റ് സാരിക്ക്, സെറ്റ് മുണ്ടിനും കുട്ടികൾ അതുപോലെ പാവടിയും ബ്ലൗസും ധാവണിക്ക് ഇടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ഐറ്റംസ് ആണ് കേട്ടോ. റെഡ് ഇങ്ങനൊരു പാറ്റേണും റെഡ് പാലക്കേര പോലത്തെ ഉണ്ട് കേട്ടോ, മാങ്ങ എന്ന് പറയും അതിൻ്റെ. ഇങ്ങനെയും വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയും ഐറ്റംസ് ഉണ്ട്, പാലക്ക മാത്രമായിട്ടുള്ളത് കേട്ടോ. സെറ്റ് മുണ്ടിന് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ, അപ്പൊ അതിന് പറ്റിയിട്ടുള്ള 2-8 സൈസുള്ള വളയാണ് കേട്ടോ അത്. അപ്പൊ നല്ല ഭംഗിയുള്ള വളയാണ്. അപ്പൊ ഇഷ്ടമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കട്ടാ. ഇത് 6 പീസായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. പണ്ടൊക്കെ ഇങ്ങനത്തെ ഗോൾഡൻ വളകൾ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇത് കുറെ സെല് ചെയ്തിട്ടുണ്ട്, ആളുകൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് പിന്നെ രണ്ടാമത് എനിക്ക് റീസ്റ്റോക്ക് എടുക്കാൻ കിട്ടിയില്ല. 2-8 സൈസാണ് കേട്ടോ അത്. അപ്പൊ ഇഷ്ടമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. ഇതെല്ലാം ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ജ്വല്ലറികളാണ് കേട്ടോ. നല്ല ജിംക്കിയാണ് വന്നിരിക്കുന്നത്, നല്ല സ്വർണം പോലെ തന്നെ തോന്നും. അതിൻ്റെ അടിയിൽ വരുന്നത് ക്രിസ്റ്റലിൻ്റെ മണികളാണ്, ഗ്രീൻ കളറിലുള്ള ക്രിസ്റ്റലിൻ്റെ മണികളാണ് വന്നിരിക്കുന്നത്. അത് ഒരുപാട് അങ്ങനെ ഭയങ്കര വലിയ ജിംക്കിയും അല്ല, എന്നാൽ തീരെ ചെറുതുമല്ല, നല്ലൊരു കറക്റ്റ് ഒരു സൈസ് പോലത്തെ ജിംക്കിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വരുന്നത് ഒരു ബ്രേസ്ലെറ്റാണ്, പേളാണ് അതിൻ്റെ നടുവിൽ വന്നിരിക്കുന്നത്. റൈസ് പേളും അതുപോലെ മണി പോലത്തെ പേളും. അതിൻ്റെ സൈഡിൽ വന്നിരിക്കുന്നത് അരിഞ്ഞാണ് പോലത്തെ ഇതാണ്, അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുള്ള ബ്രേസ്ലെറ്റാണ് അത് കേട്ടോ. ഇത് വരുന്നത് ക്രിസ്റ്റലിൻ്റെ ബ്രേസ്ലെറ്റാണ്, ക്രിസ്റ്റൽ റെഡ് കളറുള്ള ക്രിസ്റ്റലിൻ്റെ. മറ്റേത് ബോക്സ് പോലത്തെ ചെറിയ ചെയിനാണ്. അത് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ബ്രേസ്ലെറ്റാണ്. അത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന കാരണം കൊണ്ട് എല്ലാവർക്കും ഇടാൻ പറ്റണതാണ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്, റെഡിൽ വന്നിട്ടുള്ള കാരണം കൊണ്ട് അത് കാണാൻ ഭംഗിയുണ്ട്. ഇത് വരുന്നത് ബോക്സ് ടൈപ്പ് പാദസ്വരമാണ് വരുന്നത്. പാദസ്വരം ചെറിയ സിമ്പിളായിട്ടുള്ള പാദസ്വരമാണത് കണ്ടോ. അത് കനം കുറഞ്ഞൊക്കെ എടുക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉള്ളൊരു പാദസ്വരമാണ്. അടുത്തത് വരുന്നത് അതും പാദസ്വരം തന്നെയാണ്. അത് കുറച്ച് ചെയിൻ, അത് കഴിഞ്ഞ് 3 മണികളാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇടയ്ക്ക് ഗ്യാപ്പിട്ട് വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ആണ്. ഇത് കുറേ നാൾ ഉപയോഗിച്ചാലേ കളറ് പോവുള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടുള്ളതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. ഓണം വരുന്ന ഗിഫ്റ്റ് കൊടുക്കാനും നിങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ വാങ്ങാൻ പറ്റും. സിംഗിൾ പീസ് എടുക്കണമെങ്കിൽ 50 റുപ്പീസ് എക്സ്ട്രാ വരും, അല്ലെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഞാൻ അയച്ചു തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ലിമിറ്റഡ് സ്റ്റോക്കാണല്ലോ ഉള്ളത് എൻ്റെ അടുത്ത്, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യുക.